അങ്ങനെ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്നുള്ള സിനിമയിലൂടെ എൻ്റെ മലയാള സിനിമയിലേക്കുള്ള ഈ യാത്രയുടെ സുരക്ഷിതത്വം ഉണ്ടായി. കൂട്ടത്തിൽ ഒരപകടവും പറ്റി. ഞാൻ ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് കുറച്ച് ആനന്ദ തുന്തിലിനൊക്കെ ആയിട്ട് സ്റ്റുഡിയോയിൽ ഒക്കെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദേവരാമേഷനോട് ചോദിച്ചു, എപ്പോഴാണ് നീ പോകുന്നത്? അപ്പോൾ അതിനുള്ള കാരണം ഞാൻ ജോൺസണോട് മറ്റോ ഒരു ചെറിയ സൂചന കൊടുത്തു. ജോൺസൺ, നമുക്കൊരു കാര്യം ചെയ്യും. ജോൺസൺ എന്ന മാസ്റ്റർ അസിസ്റ്റൻ്റാണ്. ഞാൻ അതൊക്കെ ഇവിടെ വന്ന് കൂടിയാലോ, ഇവിടെ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ, കമലുണ്ട്, സത്യനന്ദിക്കാറുണ്ട്, എല്ലാവരും ഒരുപാട് ചെറുപ്പക്കാരും ഉണ്ടല്ലോ. ഞാനിവിടെ വന്ന് സിനിമ അപ്പോൾ MDR വരേണ്ടതാണ്. ആ ശേഖരൻകുട്ടിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കണ്ടില്ലേ. അതുകൊണ്ട് അതൊരു പ്രേരണയും കൂടെ ചെലുത്തി പുള്ളി. അപ്പോൾ എൻ്റെ മനസ്സിലിതുണ്ട്. ഇതെങ്ങനെ ദേവരാമ മാഷ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം എങ്ങനെ അറിഞ്ഞുകൂടും? അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എപ്പോഴാണ് പോകുന്നത്? വേഗം പൊക്കോണം. ഈ കോടമ്പക്കത്തെങ്ങാനും ചുറ്റിക്കറങ്ങുന്ന കണ്ടാൽ നിൻ്റെ മുട്ടിയാൻ അടിച്ചു പൊട്ടി, മുട്ടുകാരൻ അടിച്ചു പൊട്ടിക്കും. അത് പുള്ളി അശക്തമായ ശബ്ദമാണെങ്കിലും പുള്ളിയുടെ ശക്തി ഉണ്ട്. ഈ കോടമ്പക്കത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ മുട്ടുകാല് വേഗം പൊക്കോണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സംഭവം. 2, നീ ആകാശവാണിയില്ലേ ജോലി, നിനക്കെന്തുണ്ട് ബാങ്ക് ബാലൻസ്? ആലോചിച്ച് നോക്കി, എൻ്റെ ബാങ്ക് ബാലൻസ് എന്താണെന്ന്. അപ്പോഴാണ് ഞാൻ ബാങ്ക് ബാലൻസ് ആലോചിക്കുന്നത്. ഇത്രമാത്രം ദീർഘദൃഷ്ടിയുള്ളൊരു മനുഷ്യൻ. ഈ ബാങ്ക് ബാലൻസും ഈ മുട്ടിനടിച്ച് കൊല്ലും എന്നുള്ള ഭീഷണിയും കൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആകാശവാണിയിൽ നിന്ന് മാന്യമായിട്ട് റിട്ടയർ ചെയ്ത് പെൻഷനൊക്കെ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതും എൻ്റെ കൂടെ സത്യഭാമ എന്നുള്ള സിനിമയുള്ളതും. കാക്കനാടൻ്റെ അടുത്ത പടം, കാക്കനാടൻ്റെ അടിയറവ് എന്നൊരു നോവലുണ്ട്. അടിയറവെന്ന് പറയുമ്പോൾ തന്നെ ആ നോവൽ കേരളം മുഴുവൻ ഞടുക്കിയ ഒരു നോവലാണ്. ഉറുമീസ് മുതലാളി എന്ന് പറയുന്ന ഒരാളും ഒരു തമ്പുരാട്ടിയുമായിട്ടുള്ള അവിഹിത ബന്ധമാണ് എൻ്റെ തീം തന്നെ. അതിൽ കൂടെ ഒരു വലിയ ഒരു നാടിൻ്റെ ചരിത്രം പറയുമായിരുന്നു, ഒരു റോയൽ രാജവംശത്തിൻ്റെ പതനവും. അങ്ങനെ ഒരു വലിയ ഹിസ്റ്ററിയാണ് ആ നോവൽ. ഉറുമീസ് മുതലാളിയായിട്ട് വില്ലനസ് ക്യാരക്ടറാണ്. അത് അയാൾ അവതരിപ്പിക്കാൻ വേണ്ടി കാക്കനാടൻ സജസ്റ്റ് ചെയ്തത് സുകുമാരനെയാണ്. ഒരു മദ്യപാനിയും ഒരു മധ്യതിരാങ്കൂറിൻ ഭംഗിയുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സത്യക്രിസ്ത്യാനിയും ഒക്കെ ആയിട്ടുള്ള ഒരു ആളിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഈ ഉറുമീസ് വലിയ മുതലാളിയൊക്കെയാണ്. അതാണ് ക്യാരക്ടർ. അതിലൊരു തമ്പുരാട്ടിയായിട്ട് ബന്ധപ്പെടുന്നതാണ് കഥ. പക്ഷേ ഈ ക്യാരക്ടർ ഭരതനും ഇഷ്ടപ്പെട്ടു. ഭരതനാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഭരതനാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെ സിറ്റുവേഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ സുകുമാരൻ അവൈലബിൾ അല്ല. സുകുമാരനെ കിട്ടണമെങ്കിൽ സുകുമാരൻ്റെ ഗുരുവുണ്ട്. സുകുമാരൻ്റെ സിനിമയിൽ കൊണ്ടുവന്നത് MT ആണ്. MTയുടെ ബന്ധനത്തിൻ്റെ ഡേറ്റും ഇതും ഒരുമിച്ചാണ്. അതുകൊണ്ട് ബന്ധനം ഒഴിവാക്കാൻ സുകുമാരന് പറ്റാത്തത് കൊണ്ട് സുകുമാരൻ ഭരതനെ നിരാകരിക്കുന്നു. ഭരതനൊരു ഈഗോ കോംപ്ലക്സ് ഉള്ള ആളാണ്. ആദ്യം മുതലേ അതുണ്ട് ഭരതന്. ഭരതൻ്റെ വിജയത്തിൻ്റെ കാരണവും പരാജയത്തിൻ്റെ കാരണവും ഈ കോംപ്ലക്സാണ്. പുള്ളി എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ഞാൻ സുകുമാരന് പകരം ഈ വില്ലനസ് റോൾ ചെയ്യാൻ മലയാളത്തിലെ ഏറ്റവും വലിയ നായകനെ, അത് അത്ഭുതമാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ നായകൻ വില്ലനായിട്ട് ഇത് അഭിനയിക്കാൻ പോകുന്നു. സൂപ്പർ സ്റ്റാർ പ്രേം നസീർ. അപ്പോൾ പ്രേം നസീറിന് അങ്ങനെ ഒരു വേഷം ആരും സങ്കല്പിച്ചിട്ട് പോലുമില്ല. ഭരതൻ പ്രേം നസീറിനെ കാസ്റ്റ് ചെയ്യുന്നു. MGR ലത എന്നൊരു സ്ത്രീയുണ്ട്, ലത, അവരുടെ പേര് ലത എന്നാണ്. ലത എന്നുള്ള നടിയാണ് ഓപ്പോസിറ്റ്. അങ്ങനെ അടിയറ ഒരു പുതിയ രൂപത്തിൽ വരുമ്പോൾ അതിലെ പാട്ടുകളും കുറെ കൂടെ ചടുലമാക്കണം എന്ന വാശി ഭരതനുണ്ടായിരുന്നു. പ്രേം നസീറും ലതയുമായിട്ടുള്ള ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു വല്ലാത്തൊരു രീതിയിലുള്ള ഇടപെടുന്നൊരു സീൻ, വളരെ എന്താ പറയുക, പ്രോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ലൈൻസും മ്യൂസിക്കും ഒക്കെ വേണമെന്ന് പുള്ളി ഇൻസിസ്റ്റ് ചെയ്ത് വാശി പിടിച്ച് എന്നെ ബലമായിട്ട് മദ്രാസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ താമസിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അതൊക്കെ അത്ഭുതമാണ്. അപ്പോൾ എന്നോട് ജോൺ പോൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഭരതൻ വലിയ ഒരു പ്രിപ്പറേഷനിലാണ്, പ്രേം നസീറിനെ നായകനാക്കി പുള്ളി വലിയ ചെയ്യാൻ പോവുകയാണ്, നിൻ്റെ പാട്ടൊക്കെ ഗംഭീരമായിരിക്കണം. ഞാൻ പറഞ്ഞു, പിന്നെന്താ അങ്കിളേ, നമുക്ക് ശരിയാക്കാം. ഈ ലെവലിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. അവിടെ ചെന്ന് ഈ പാട്ട് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഒരത്ഭുതം ഉണ്ടാകുന്നു.
എൻ്റെ മനസ്സിൽ ജോൺസൺ ആയിരുന്നില്ല. ദേവരായ മാഷാണല്ലോ സ്ഥിരം ചെയ്യുന്നത്. ദേവരായ മാഷ്ക്ക് പകരം ഒരു പുതുമുഖം വന്ന് കയറുകയാണ് സംഗീത സംവിധായകനായിട്ട്. അന്ന് വരെ ദേവരായ മാഷ് അസിസ്റ്റൻ്റായിട്ട് നിന്ന് ജോൺസൺ എങ്ങനെ ഇനി മ്യൂസിക്കിന് വരും, ഭരതൻ എങ്ങനെ പുള്ളിയെ സെലക്ട് ചെയ്യും. അങ്ങനെ ഭരതൻ പുള്ളിയെ വിളിച്ചിരിക്കുകയാണ്. ബാലൻ എന്ന് പറഞ്ഞ ഒരു തബലിസ്റ്റിൻ്റെ കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ ഭരതൻ്റെ അശോകൻ നഗറുള്ള വീട്ടിലേക്ക് വന്ന് കയറുന്ന ജോൺസൺ വന്ന് കയറുന്ന ഞാൻ ആലോചിക്കുന്ന ആ ചിത്രം. ജോൺസൺ അവിടെ വന്നിരുന്നു, ആ വരാന്തയിലിരുന്ന് കമ്പോസ് ചെയ്യുന്നത്. കമ്പോസ് ചെയ്യുന്നതോ ഏറ്റവും ഗംഭീരമായ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അതവിടെ വെച്ചാണ് ഞാൻ ജോൺസൻ്റെ കഴിവ് പൂർണ്ണമായിട്ടും കണ്ടത്. ലിറിക്ക് എഴുതി കൊടുത്തു, ആ ലിറിക്ക് അതുപോലെ തന്നെ അവിടുന്ന് ട്യൂൺ ചെയ്യുകയാണ് പുള്ളി. അപ്പോൾ ജോൺസൺ വളരെ ഇൻസ്റ്റൻ്റായിട്ട് ട്യൂൺസ് ഇടുന്നത്. ഭരതന് സംഗീതബോധം ഉള്ളതുകൊണ്ട് അദ്ദേഹം വളരെ ഈഗറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈൻസ് ആണെങ്കിലോ വളരെ വളരെ അപകടം പിടിച്ച വരികളാണ്. എൻ്റെ വരികൾക്കുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഈ കാക്കനാടവൽക്കരണം ഉണ്ടാകും വരികളിലൊക്കെ. അതുണ്ടായി. കുറുനിരയോ മഴമഴ മുകിൽ നിരയോ കുനുകുനു ചിഗുര മദന ലാസ്യലഹരിയോ വനനിരയോ ഘനഘന നീലിമയോ എന്ന് പറഞ്ഞാൽ വരി പോകുന്നത്. അത് ആരും ഉദ്ദേശിക്കാത്ത വിഭ്രാമകമായൊരു ട്യൂണാണ് പുള്ളി ഉണ്ടാക്കുന്നത്. കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ കുനു കുനു ചികുരമദന ലാസ്യലഹരിയോ വനനിരയോ ഘന ഘന നീലിമയോ അലകടലിളക്കിയാടും അമൃതമഥനമോ കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ കുനു കുനു ചികുരമദന ലാസ്യലഹരിയോ. അപ്പോൾ ഇത് അത്രമാത്രം ഇറോട്ടിക്കും സെക്സി ആയിട്ടുള്ള ഒരു സീനാണ്. ഈ സീൻ പ്രേം നസീറും ലതയും കൂടെയാണ്. ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത് ഷൊർണൂരാണ്. ഞാൻ ഓർത്ത് പറയുകയാണ്, ഷൊർണൂർ ഒരു സ്ഥലത്ത് ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് തിരക്കഥാകൃത്ത് ഞാൻ, അതുപോലെ തിരക്കഥാകൃത്ത് കാക്കനാടൻ, ലിറിസിസ്റ്റ് ഞാൻ, ഞങ്ങളുടെ കൂടെയുള്ള വിജയങ്കരോട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ വേറെ ഫ്രണ്ട്സ്, ഇവരെയെല്ലാം പുറത്താക്കി, റൂമിന് പുറത്താക്കിയിട്ട് ഭരതൻ ലോക്ക് ചെയ്യുന്നു. പ്രേം നസീറും ലതയും ഭരതനും മാത്രം സ്റ്റുഡിയോയിൽ. ആ റൂമിൽ അവർ മാത്രമേ ഉള്ളൂ, ഞങ്ങളെല്ലാം പുറത്ത്. അവിടെ അകത്ത് ഈ പ്രേം നസീർ അതിൽ ഈ നായികയെ ഒരു വെള്ളി അരഞ്ഞാണം, ഇങ്ങനെ അരഞ്ഞാണം ഇടിയിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അരഞ്ഞാണം ഒരു ചെറിയ ഡ്രസ്സും മാത്രമേ ഉള്ളൂ ഈ ലതയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ കാക്കനാടൻ പറഞ്ഞൊരു കമൻറ്റും ഉണ്ടായിരുന്നു, കാട് വീടായപ്പോൾ ആശാരി പുറത്ത്, കാക്കനാട്. അങ്ങനെ ഞങ്ങളെ അടിച്ച് പുറത്താക്കി. അത്ര ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തൊരു സീനാണിത്. അത് മലയാളക്കര മുഴുവൻ എന്താണ് നെഞ്ചേറ്റി പാടിയൊരു പാട്ടാണത്. നെഞ്ചേറ്റി നടന്നൊരു പാട്ടാണ്. പ്രത്യേകിച്ചും രഞ്ജി പണിക്കരെയും ഞാനും എന്നെയും കൂടെ ഘടിപ്പിച്ചൊരു പാട്ടതാണ്. രഞ്ജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, രഞ്ജി നല്ലവണ്ണം കവിത എഴുതുന്ന, അതിമനോഹരമായിട്ട് കവിത എഴുതുന്ന ഒരാളാണ്. നല്ലൊരു ആർട്ടിസ്റ്റുമാണ്. അപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഈ പാട്ടങ്ങ് ഏറ്റെടുത്തു. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ആ യുവത്വത്തിനെ മുഴുവൻ പ്രകമ്പിതമാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആ പാട്ട് വന്നത്. അതുണ്ടാവുന്നത് അശോക് നഗറിലെ അദ്ദേഹത്തിൻ്റെ ഭരതൻ്റെ വീട്ടിൻ്റെ വരാന്തയിലിരുന്നാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ഏത് ജോൺസൻ്റെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം റിലീസായില്ല. രവീന്ദ്രൻ്റെ കൂടെ ഏതൊരു പടം ആരോ ചെയ്തു, പക്ഷേ അത് റിലീസായില്ല. അത് റിലീസാവാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം കുറച്ചു കാലം പിൻവാങ്ങി നിന്നത്. പിന്നീടാണ് ഭരതൻ വിളിക്കുന്നത്. അങ്ങനെ ഈ പാർവതി എന്ന് പറയുന്ന പടത്തോടു കൂടി ജോൺസൺ എന്ന് പറയുന്ന ഒരു വലിയ ലാൻഡ്മാർക്ക് ഉണ്ടാകും. ആഫ്റ്റർ ദേവരാജൻ മാസ്റ്റർ ആര്? ജോൺസൺ എന്നൊരു ഉത്തരം വരികയാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അതിനേക്കാൾ ഗംഭീരമാണ് അടുത്ത പാട്ട്. അതാണെങ്കിലോ, ഞാൻ ഈ വലിയ ഈശ്വരഭക്തനൊന്നും അല്ലെങ്കിലും ഭയങ്കരമായ ഭക്തി എനിക്ക് ഈശ്വരനോട് തോന്നിപ്പോയ ചില നിമിഷങ്ങളുണ്ട്. അത് ഗുരുവായൂരപ്പ ഭക്തിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഗുരുവായൂരപ്പനെക്കുറിച്ചൊരു പാട്ട് എഴുതണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഓഫർ വന്നു, ഭരതൻ്റെ തന്നെ. എടാ, ഒരു പടമുണ്ട്, നീ വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു.
ഞാൻ റെഡിയാകുന്നു. ആഫീസിൽ അമ്മാവൻ്റെ മരണം ഒക്കെ അറേഞ്ച് ചെയ്ത് ലീവൊക്കെ റെഡിയാക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നു, അത് കുറുപ്പ് സാറ് ആണ് വരുന്നത്, നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒഴിവാക്കുന്നു. എന്തോ പ്രശ്നമുണ്ടായി. സത്യത്തിൽ അത് കുറുപ്പ് സാർ എഴുതേണ്ട പാട്ടാണ്. അദ്ദേഹത്തിന് എന്തോ അസൗകര്യമുള്ളതുകൊണ്ട് പുള്ളി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിലേക്ക് അത് വന്നത്. അപ്പോൾ ONVക്ക് ഇതറിയില്ല. അപ്പോൾ ONV എഴുതേണ്ട പാട്ട് ഞാൻ എഴുതാൻ ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള ആ പാട്ടിൻ്റെ നഷ്ടപ്പെട്ടില്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമത്തിന് ഞാനും ചെയ്തു. ഞാൻ സാധാരണ വിഷമം വരുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. ഗുരുവായൂർ പോയിട്ട് വെറുതെ അവിടെ ഒരു സരിത സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് അവിടുന്ന് പ്രദക്ഷിണ സമയമാകുമ്പോൾ ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് തൊഴും, എന്നിട്ടൊന്ന് കറങ്ങിയിട്ട് പോരും. ഭഗവാനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോരും. അന്ന് ഞാൻ ഈ നിരാകരിക്കപ്പെട്ട ദിവസം അന്ന് വെറുതെ ഇങ്ങനെ പോയി ഗുരുവായൂർ ചുമ്മാ അവിടെയൊക്കെ നടന്നു, അമ്പലത്തിൻ്റെ ചുറ്റിലുമൊക്കെ നടന്ന്. അന്നത്തെ ഈ പ്രത്യേക അമ്പലത്തിൻ്റെ പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെ വലിയ ആധുനികവൽക്കരണമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. ഇപ്പോൾ അന്ന് മതിലിലൊക്കെ പടങ്ങളൊക്കെ, ഈ ചുവർ ചിത്രങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വരച്ചു വെച്ചിരിക്കും. മേൽപ്പത്തൂർ റോഡിൻ്റെ അപ്പുറത്തുള്ള മതിലുണ്ട്. അതിൽ ഒരു പ്രത്യേക ചിത്രം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഈ കൃഷ്ണൻ ഇങ്ങനെ താഴെ ഗോപിമാർ നിൽക്കുന്നു, ഗോപികമാർക്ക് ആടയിട്ട് കൊടുക്കുന്ന സീനുണ്ടല്ലോ, മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആട വസ്ത്രങ്ങളിട്ട് കൊടുക്കുന്ന ഒരു സീൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലത് പതിഞ്ഞു. പക്ഷേ ഞാനിവിടെ ഈ പടത്തിന് അശോക് നഗറിലെ വരാന്തയിലിരിക്കുമ്പോൾ ഭരതൻ എന്നോട് പറയുകയാണ്, അടുത്തൊരു കൃഷ്ണൻ്റെ പാട്ടാണ് എഴുതുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മനസ്സിൽ ഞാനന്ന് ആ നടയിൽ കൂടെ നടന്ന ചിത്രം, ആ ചുവർ ചിത്രം, ആ ആടയിട്ട് കൊടുക്കുന്ന ഭഗവാന്റെ ചിത്രമൊക്കെ ഞാൻ ആലോചിച്ചു. എൻ്റെ മനസ്സിൽ ആ വരിയും വന്നു. നന്ദസുതാവര തവ ജനനം വൃന്ദാവന ശുഭപുളീനം ചിന്തകളിൽ തേൻ കിനിയും കാവ്യം എന്തൊരാലോചന മൃദകാവ്യം നന്ദസുത വര തവ ജനനം വൃന്ദാവന ശുഭപുളീനം. പിന്നെ ഞാനല്ല എഴുതിയത്, ആ ഭഗവാൻ എഴുതിയായിരുന്നു. ആ ചോർച്ചിത്രം എഴുതി. അരയാലിൻ കൊമ്പത്ത് നീയിരുന്നു, അരയോളം വെള്ളത്തിൽ ഗോപികമാർ, ആടകൾക്കായവർ കൈകൾ നീട്ടി, ആറ്റിലെ ഓളങ്ങൾക്ക് ചിരി പൊട്ടി. അപ്പോൾ ഭരതൻ പറഞ്ഞു, അത് നീ പ്രാസത്തിന് വേണ്ടി എഴുതുന്ന ആടകൾക്കായി അവർ കൈകൾ നീട്ടി, ആറ്റിലെ ഓളങ്ങൾക്ക് ചിരി പൊട്ടി, അത് വേണ്ട, പൊട്ടുമൊന്നും വേണ്ട, ആറ്റിലെ ഓളങ്ങൾ ചിരി തൂകിയാൽ മതി. അങ്ങനെ ആടകൾക്കായവർ കൈകൾ നീട്ടി, ആറ്റിലെ ഓളങ്ങൾ ചിരി തൂകി, നന്ദസുതാവര. പിന്നെ വിരഹിണി രാധിക തേടി നടന്നു വനമാലി നിന്നെ, യമുനയിലേതോ വേദനയൊഴുകി യാമിനി ഒരു മിഴിനീർക്കണമായി. അപ്പോൾ കാക്കനാടൻ പറഞ്ഞത് ഈ പാട്ട് കേട്ടിട്ട്, നീ യാമിനി ഒരു മിഴിനീർക്കണമായി എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു ചിത്രകാരൻ കൂടെ ആയിരുന്നു, എഴുതുന്നവൻ. ഒരു മിഴിനീർക്കണത്തിൽ കൊണ്ടുവന്ന് ആ രാത്രിയെ മൊത്തം നീ നിർത്തിക്കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു കാക്കനാടൻ പറഞ്ഞു. അദ്ദേഹം ഇന്നില്ല. ഞാൻ ആലോചിച്ച് പോയി. മാത്രമല്ല, ഇറ്റ് വാസ് വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് ട്യൂണായിരുന്നു. അതും എക്സ്റ്റംബറായിട്ടുണ്ടാക്കുന്നു ജോൺസൺ. അതെല്ലാം പോട്ടെ, അത് കഴിഞ്ഞിട്ടൊരു പാട്ട് അതിനേക്കാളൊക്കെ ഗംഭീരമായി, അതും 3 മിനിറ്റ് കൊണ്ടാണ്. തക്ക തിന്തിമി തക്ക തിന്തിമി തക്ക തിന്തിമിയാട് തക്ക ജണ്ണു തക്ക തക ജണ്ണു തക്ക തന്നാനമാട് ആലോലമാട് അമ്മാനമാട് മാനാട് മയിലാട് ചാഞ്ചാടിയാട് എന്ന് പറഞ്ഞിട്ടൊരു സുന്ദരമായ പാട്ട് കുട്ടികളെ കളിപ്പിക്കുന്നതാണ്. ഉർമീസിൻ്റെ കുട്ടികളെ കളിപ്പിക്കുന്നൊരു പാട്ടത്.
അങ്ങനെ പ്രേം നസീറും ലതയും അഭിനയിച്ച ഭരതൻ്റെ ആ ചിത്രം, എനിക്ക് തോന്നുന്നത് കാക്കനാടിൻ്റെ ഏറ്റവും നല്ല ചിത്രം അതായിരുന്നു. കാക്കനാടൻ തിരക്കഥ എഴുതിയ ഏറ്റവും നല്ല ചിത്രമായിരുന്നു പാർവതി. പക്ഷേ നേരത്തെ കാലത്തെ പിറന്ന അങ്ങനൊരു ചൊല്ലുണ്ടല്ലോ, ചിലത് കാലത്തിന് മുൻപേ ജനിച്ച കുട്ടികൾ എന്നൊക്കെ പറയുന്ന പോലെ. പാർവതി ഇന്നായിരുന്നെങ്കിൽ, വിജയൻ ഗൗരട്ടൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളി എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ അസോസിയേറ്റ് വിജയനായിരുന്നു, MDR അത് പറ്റിയ കുഴപ്പം ഇതാണ്, ഭരതേട്ടൻ്റെ ആ ഒരു ട്രെൻഡിലേക്ക് മലയാള സിനിമ വന്നില്ല. അങ്ങനെയാണ് ആ പടം, അതിലെ 3 പാട്ടുകൾ, ഈ 3 പാട്ടുകളും ഹിറ്റ് പാട്ടുകൾ. അങ്ങനെ ഇറോട്ടിക് ആയിട്ടുള്ള പാട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു ഫാക്ടറി ആയിട്ട് എൻ്റെ കാവ്യ ജീവിതം മാറിയോന്ന് സംശയമുണ്ട്. പിന്നെയും പിന്നെയും അങ്ങനെ പാട്ടുകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സിനിമ ഹിറ്റ് സിനിമ, ശാലിനി എൻ്റെ കൂട്ടുകാരിക്ക് ശേഷം ഹിറ്റ് സോങ്സ് ഉള്ള സിനിമ. 40 വർഷം കഴിഞ്ഞ ശേഷവും ഈ പാട്ട് ഇപ്പോഴും ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നന്ദസുധാവര, ഗൾഫിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അനിൽ എപ്പോഴും വിളിക്കാറുണ്ട്, ഇത് എന്നും രാവിലെ വിളിക്കുന്നത് കേൾക്കണം. കാരണം ചില പാട്ടുകൾ അങ്ങനെയാണ്. എൻ്റെ കഴിവല്ല അത്, താങ്ക്സ് ടു ഭരതൻ ആൻഡ് ജോൺസൺ എന്നുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. ഇപ്പോഴും ഔസേപ്പച്ചൻ പറയും ആ തബലിസ്റ്റിനെ കുറിച്ച്. ജോൺസൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ആ തബലിസ്റ്റ് ബാലൻ, ഇളയും കൊണ്ടേ നടക്കുകയുള്ളൂ പുള്ളി. ആ ബാലനും ജോൺസൺ കൂടെ വന്ന ആ സീൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ഈ പടത്തിൻ്റെ പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റാൻ സഹായിച്ചു. വിധിയാണോ അതോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ജനകത്തിൽ ഞാൻ ചെറുപ്പകാലം മുതലേ കവിതകൾ എഴുതും. അതുപോലെ 10-15 വയസ്സുള്ള സമയത്ത് തന്നെ കേരള ശുദ്ധം, ജനകം ഇങ്ങനെയുള്ള വീക്കിലിയിലൊക്കെ കഥകളും നോവലുകളും ഒക്കെ എഴുതാറുണ്ട്. എൻ്റെ കുടുംബം തന്നെ അങ്ങനെയാണല്ലോ. കാരണം അജയഘോഷ് നല്ലൊരു റൈറ്ററാണ്, നോവലിസ്റ്റാണ്. MD രത്നമ്മ വേറൊരു നോവലിസ്റ്റാണ്. അച്ഛൻ വലിയൊരു കവിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉള്ളൊരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ എഴുത്തുകാരത് അത്ഭുതമില്ല. അങ്ങനെ ഞാനങ്ങനെ നോവലും ഒക്കെ എഴുതുന്ന സമയത്താണ് ഞാൻ എഴുതിയൊരു നോവൽ NBS പബ്ലിഷ് ചെയ്തു, നന്ദി വീണ്ടും വരൂ. അപ്പോൾ ഈ നോവൽ വായിച്ചത് P. സ്റ്റാൻലി എന്ന് പറയുന്ന മോചനത്തിൻ്റെ നിർമ്മാതാവാണ്. പുള്ളി അത് വായിച്ചിട്ട് മോഹനോട് പറഞ്ഞു, ഒരു നല്ല ഡയറക്ടർ മോഹനോട് പറഞ്ഞു, നല്ലൊരു കഥയുണ്ട്, കുറച്ച് നല്ല മോഹന് പറ്റിയൊരു തീമാണ്. ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയെ ഒരു 10-17 വയസ്സുള്ള പയ്യൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഇൻഫാക്ച്വേഷൻ്റെ ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് പറഞ്ഞു. മോഹന് വലിയ താല്പര്യമായി. മോഹൻ അങ്ങനെയുള്ള സബ്ജക്റ്റ് വലിയ ഇഷ്ടമാണ്. മോഹൻ പറഞ്ഞു MDRനെ പെട്ടെന്ന് വരുത്താൻ പറഞ്ഞിട്ട് ലേഡി മാധവൻ നായർ കോളനിയുണ്ട് മദ്രാസിൽ, അവിടെ ഒരു പിള്ളച്ചേട്ടനുണ്ട്. ഇവരുടെ പിള്ളച്ചേട്ടൻ അവിടുത്തെ സിനിമയുടെ ഒരു വലിയ ആളാണ്, ഹരിഹരൻ്റെയും മോഹൻ്റെയും ഒക്കെ വലിയ അടുപ്പക്കാരനാണ്. അപ്പോൾ പിള്ളച്ചേട്ടനും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഈ കഥ വായിച്ചു, വലിയ ഇഷ്ടമായി. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു. എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഞാൻ തിരിച്ച് ആകാശവാണി വന്നിട്ട് അന്നെന്തോ ചെമ്പൈ ഫെസ്റ്റിവലോ എന്തോ സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് ഇവിടെ വേണം, എനിക്ക് അവിടെ റിമെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിൽ വേറൊരു അത്ഭുതം ഉണ്ടായി. വേറൊരു സംഭവം മോഹൻ്റെ കണ്ണിൽ പെട്ടു. അതാണ് 2 പെൺകുട്ടികൾ എന്നൊരു കഥ. അത് VT നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കഥയായിരുന്നു. ലെസ്ബിയനിസം ആദ്യമായിട്ട് മലയാളത്തിൽ വരുന്ന ആ കഥയിലൂടെയാണ്. അപ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ്റെ കഥയേക്കാളും ലെസ്ബിയനിസം കൂടുതലും മാർക്ക് കിട്ടും മോഹൻ. അങ്ങനെ ഈ നന്ദി വീണ്ടും വരൂ എന്നുള്ള ആ സിനിമ അവിടെ അവസാനിക്കുകയും ഞാനവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിച്ചെങ്കിലും എൻ്റെ മനസ്സിന് ചെറിയ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ സെഞ്ചുറിയിൽ കൊച്ചുമോൻ എല്ലാം കൂടെ വേറൊരു പടം എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വേറൊരു പടത്തിലേക്ക് ഞാൻ തിരിഞ്ഞു. ആ പടത്തിന് വേണ്ടിയിട്ട് ഈ നോവലല്ല വേറൊരു നോവൽ അവർ സജസ്റ്റ് ചെയ്തു. അതവർക്ക് ഇഷ്ടമായി. അതിൻ്റെ ഡിസ്കഷനും രണ്ട് പകുതി ആയതാണത്. ജോൺ പോളാണ് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വരുന്നത്. ഞങ്ങളെല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു തമാശയല്ല, അന്നേ ഞാൻ ഇത് മുൻകൂട്ടി കണ്ടതാണെന്ന് പറയാൻ വേണ്ടിയാണ്. 2 ചെറുപ്പക്കാർ അവിടെ നിരന്തരമായിട്ട് വന്ന് കണ്ടുപോകുന്നുണ്ട്, ജോൺ പോളിനെയൊക്കെ. ജുബയൊക്കെയൊരു ഒരു പയ്യനും വേറെ ചെറുപ്പക്കാരനും. ഈ ചെറുപ്പക്കാരൻ ഭയങ്കര ആക്റ്റീവാണ്, അന്നേ എനിക്ക് തോന്നിയിരുന്നു. മാത്രമല്ല അയാൾ ഇടയ്ക്കിടയ്ക്ക് മൂളിപ്പാട്ട് പാടുന്നുണ്ട്. ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അവിടെ വന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഇവരവിടെ വന്ന് ഇങ്ങനെ പാടി, അവരും കാണാൻ വന്നതാണ്. എങ്കിലും ഈ പാട്ട് പാടുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ കൂടെ അജയ് ഘോഷമുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചു ഇയാളിനെ. സത്യത്തിൽ ഇയാളൊരു നടനാവാൻ വന്ന് അവിടെ താമസിക്കുന്ന ഒരാളാണ്. രഞ്ജിത്ത് ഹോട്ടൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഞങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇയാൾ പാടുന്നുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞു. ആ പാടാൻ അന്ന് വന്ന ആൾ പിന്നെ എൻ്റെ എത്രയോ പാട്ടുകൾ പാടി അഭിനയിച്ചു എന്നുള്ളതാണ്.
ആളാണ് നമ്മുടെ മോഹൻലാൽ. അന്നേ ചെറുപ്പത്തിൽ ഈ മൂളിപ്പാട്ട് പാടിയിട്ട് ഒരു ശീലമൊക്കെ ഉണ്ടാവണം. ചെറുപ്പമൊക്കെ മാറിയിട്ട് യുവാവായപ്പോഴും മദ്രാസിൽ ഞങ്ങളെ കാണാൻ വരുമ്പോഴും ഇദ്ദേഹം ആ പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. ഈ കൊച്ചുമോൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് സിന്ധുവിൻ്റെ നക്ഷത്രങ്ങൾ എന്നൊരു സിനിമയാണ് നിങ്ങൾ പ്ലാൻ, എൻ്റെ നോവലാണ്, കുങ്കുമത്തിൽ വന്നതാണ്. അതും ഡിസ്കഷൻ പകുതിയായപ്പോൾ വേറൊരു അത്ഭുതം, അതിൻ്റെയും തിരക്കഥ മാറുന്നു, തോപ്പിൽ ഭാസി വരുന്നു, കഥ മാറുന്നു. അത് രുക്മ എന്ന് പറയുന്ന ഒരു നോവൽ, വേറെ ഏതോ ഒരു നോവൽ വന്നിരുന്നു, അതിലേക്കത് മാറുന്നു. അങ്ങനെ ഈ 2 അപജയങ്ങളും ഉണ്ടാകുന്നു. പക്ഷേ പാട്ടുകൾക്ക് കുഴപ്പമുണ്ടാകുന്നില്ല. ഭരതൻ്റെ അസിസ്റ്റൻ്റ് പോൾ ബാബു എന്നെ വിളിക്കുന്നു, MDR പാട്ട് വേണം. സന്തോഷമായി. അപ്പോൾ നമുക്കത് ഭരതേട്ടനെ കേൾപ്പിക്കുകയും വേണം പാട്ടുകൾ. എറണാകുളത്ത് വെച്ചാണ് റെക്കോർഡിങ്. ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ് തരാൻ പോകുന്നത്, ദേവരായ മാഷൊന്നുമല്ല. ഞാൻ ചോദിച്ചു ആരാണ്? അത് ജെറി അമൽദേവാണ്. ഞാൻ പറഞ്ഞു ജെറി അമൽദേവ് ആരാ മിസ്റ്റർ, ഗംഭീര മനുഷ്യനല്ല, നിങ്ങളെന്താ ഈ പറയുന്നത്? പുതിയ മ്യൂസിക് ഡയറക്ടറൊന്നുമല്ല, നൗഷാദിൻ്റെ ശിഷ്യനല്ലേ. ചെല്ലുന്നു, പോൾ ബാബു വളരെ ഒബീഡിയൻ്റായിട്ട് വന്നിരിക്കുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ഒരു നിർദ്ദേശമല്ല, സജഷൻ, ഇളയരാജയെ പോലെ പാട്ടുണ്ടാക്കണം. സംവിധായകനാണ് പറയുന്നത് ജെറിയോട്. അപ്പോൾ ജെറി പറഞ്ഞു, എനിക്ക് എൻ്റേതായ ഒരു സ്റ്റൈലല്ലേ പാട്ടുണ്ടാക്കും, ഇളയരാജയൊക്കെ അവർ വേറെ സ്റ്റൈൽ മാന്യമായിട്ട് പറഞ്ഞു. അല്ല ഇളയരാജ എന്നൊക്കെ പറഞ്ഞപ്പോൾ സംവിധാനം കുറച്ച് പിൻവാങ്ങി. അങ്ങനെ പുള്ളി പിൻവാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളു മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും ഒരു ഇളയരാജയെ സൃഷ്ടിച്ചെടുത്താലോ. ജെറി അറിയാതെ ജെറിയിലൂടെ ഈ വാചാലം എന്മവനവും കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ജസ്റ്റ് വെയിറ്റ്. പുള്ളി ഒരു ഡാൻസിങ് സ്റ്റെപ്പാണ് ജീവിതത്തിലും ഒക്കെ തന്നെ. അങ്ങനെ ഡാൻസ് സ്റ്റെപ്പിൽ ആ ഹോട്ടൽ മുറി ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ കുരുങ്ങി പുള്ളി വാചാലം എൻ മൗനവും നിൻ മൗനവും വാചാൽ ഇങ്ങനെ പുള്ളി ഇങ്ങനെ നടന്നിട്ട് എന്തോ ഒരു പദ്യം ചൊല്ലുന്ന പോലെ ഈ വരി വെച്ചിങ്ങനെ നടക്കുകയാണ്. അവസാനം ഐ ഗോട്ട് ഇറ്റ് എന്ന് തോന്നുന്നു. എന്നെ ചൊല്ലി കേൾപ്പിച്ചിങ്ങനെ വാചാലം എൻ മൗനവും നിൻ മൗനവും. എങ്ങനെയുണ്ട്?